ആ അടിപൊളിയാണ് അടിപൊളിയാണ്. ഈ ആഴ്ച ഒഴിവില്ല കേട്ടോ, ഈ ആഴ്ച ഒഴിവില്ല. ആ ആള് ശരിയാക്കി തരാം, ഓക്കെ. ബംഗാളികളുണ്ടല്ലോ, അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല സാറേ, ആരെ വിളിച്ചേ? അതെ, ആരപ്പായി ചേട്ടൻ. നാളെ തെങ്ങ് കയറാൻ പറ്റുമെന്ന്. ഈ ആൾക്കാരുടെ ഒരു കാര്യം. ആശാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക് പീയൂഷേ, നീ ചോദിക്ക്. ആശാൻ ഇന്ന് വരെ തെങ്ങേറത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പീയൂഷേ, നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ. ഇല്ല സാറേ, വാക്ക്. എനിക്ക് ആ രണ്ടാമത്തെ സ്റ്റെപ്പ് പറ്റണില്ല. രണ്ടാമത്തെ സ്റ്റെപ്പാ? ആ രണ്ടാമത്തെ സ്റ്റെപ്പേ, ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ വെക്കും. പക്ഷെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് വെക്കാൻ പറ്റില്ല. രണ്ടാമത്തെ സ്റ്റെപ്പേ ഒരു രക്ഷയില്ല. ആഹാ, അത് ശരി. അപ്പൊ ഈ വാളൊക്കെ അത് വെറുതെ കൊണ്ടു നടക്കണതല്ലേ? ഏയ് അങ്ങനെയല്ല, അതിൻ്റെ ഒരു കഥയുണ്ട്. ആശാനെ എന്നാ ആ കഥ ഒന്ന് പറഞ്ഞ ആശാനെ. വർഷങ്ങൾക്ക് മുമ്പ്, അന്നൊരു തൃശ്ശൂർ പൂരത്തിന്റെ ദിവസം, നമ്മുടെ ദാസൻ പൂരത്തിനൊരു ബലൂൺ ഉണ്ടാക്കി. ഏതാണ്ട് തെങ്ങിന്റെ അത്ര ഉയരം വരും. എത്ര? തെങ്ങിന്റെ അത്രയില്ല, എന്നാലും ഏതാണ്ട് അത്രയൊക്കെ വരും. ശരി ശരി. ദാസൻ ആ ബലൂണുമേ ഒരു പരസ്യ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോ ഒരു കൗതുകം. എന്തിനാ അത് വാങ്ങാനാ? ഏയ് അല്ല, ഇത്രയും വലിയ ബലൂണുമേ ഒരു ചെറിയ സൂചി കൊണ്ട് കുത്തിയ പൊട്ടുവോന്നറിയാം. ആഹാ, ബെസ്റ്റ്. എന്നിട്ട് ചേട്ടൻ കുത്തിയാ? ഞാൻ പതുക്കെ കുത്തു. അതോടെ ബലൂണും പൊട്ടി, ദാസന്റെ പരസ്യ കമ്പനി പൊട്ടി. എന്റെ പൊന്നാശാനെ. അന്ന് ദാസനെ വെട്ടുന്ന് പറഞ്ഞ് കിടക്കായിരുന്നു. അപ്പൊ ഒരു സ്വയരക്ഷയ്ക്ക് എടുത്ത ഈ വാടക. പിന്നെ ഒരു രസത്തിന് കയറെടുത്തു, പിന്നെ ഈ വേഷായി. അടിപൊളി. എന്റെ ആശാനെ, ആശാൻ കൊള്ളാലോ. എന്നിട്ട് ദാസൻ വല്ലതും ചെയ്താ? ഒരു ദിവസം നല്ല കീറിട്ടി ദാസന്റെ. നിങ്ങക്ക് ദാസനെ അറിയില്ലല്ലോ. എന്താ ആശാനെ? കൊല്ലത്തിൽ കല്യാണ ഇഷ്ടത്തിന് പോയിട്ടേ 4ാമത് പപ്പടം കൊടുത്തില്ലാന്ന് പറഞ്ഞ 4 പേരെ ഇടിച്ചവനവൻ. അതോടെ കല്യാണവും മുടക്കി. അപ്പൊ ആശാനെ, അപ്പൊ ഈ ദാസനൊരു സംഭവമാണല്ലേ? ഇടയ്ക്കൊക്കെ